നല്ല ചന്ദ്രക്കാരൻ മാമ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ട ചന്ദ്രക്കാരൻ മാങ്ങ എടുത്തിട്ടുണ്ട്. ചന്ദ്രക്കാരൻ മാങ്ങ അല്ലെങ്കിൽ നമ്മൾക്ക് ഏത് മാമ്പഴമായാലും കുഴപ്പമൊന്നുമില്ല. മാമ്പഴം ഏതായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പൊതുവെ എല്ലാവരും ചന്ദ്രക്കാരൻ മാങ്ങയാണ് എടുക്കാറ്. അപ്പോൾ അല്ലെങ്കിൽ ചക്കര മാങ്ങ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഈ ചന്ദ്രക്കാരൻ മാങ്ങ വെച്ചിട്ട് ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 2 ചെറിയ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കാറ് കേട്ടോ. കുക്കറിലൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ മാങ്ങ നല്ല ഉടഞ്ഞ് ഒരു വിസിലടിച്ചാൽ മതി കുക്കറിൽ. അപ്പോൾ നല്ല പാകത്തിനായി കിട്ടും മാങ്ങ. ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര നീര് കൂടി ചേർക്കണം. അപ്പം ഞാൻ കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ നാളികേരത്തിന് ഒന്ന് അരച്ചെടുക്കണം. അപ്പം നാളികേരത്തിലേക്ക് 2 മണി കുരുമുളക് ഇടണം. കുറച്ച് ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ട് തൈര് കൂട്ടി നല്ല പോലെ അരച്ചെടുക്കണം. നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തു കിട്ടാം. അപ്പം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് കൂടി ഒഴിച്ചൊന്ന് വരട്ടിയെടുക്കാം. നാളികേരം അരച്ച കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കുറച്ച് തൈര് കൂടി ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വറവിടാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക്, മുളക്, ഉലുവ, കറിവേപ്പില, ഉണക്കമുളക് ഇത് ഇട്ട് കൊടുത്തിട്ട് വാങ്ങണം. ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഉലുവ, ഈ ഉണക്കമുളകും കറിവേപ്പിലയും ഇനി നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ഈ വറവ് ചേർത്ത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.